ശ്രീരാശിയുടെ രാമായണ പഠനം 6-ാം അധ്യായത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. രാമായണം നടക്കുന്നത് കോസലം എന്ന രാജ്യത്താണെന്നും ഈ കോസലം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഇടമാണെന്നും പലവരും നാം പറഞ്ഞു കഴിഞ്ഞു. ഈ രാജ്യത്തെ അഥവാ ജീവിതത്തെ രസകരമായും വിജയപ്രദമായും നയിക്കുന്നവനെയാണ് രാജാവ് എന്ന് വിളിക്കേണ്ടതെന്നും നാം സൂചിപ്പിച്ചിരുന്നു. ജീവിതം ആവശ്യപ്പെടുന്ന ധർമ്മനിർവഹണം രസകരമായും വിജയകരമായും നടപ്പിലാക്കാനാവണം. അപ്പോൾ നാം ഓരോരുത്തരും ധർമ്മരാജാവ് എന്ന വിശേഷണത്തിന് അർഹരാകും. രസഭംഗമൊന്നും വരാതെയും പരാജയപ്പെട്ടു എന്നൊരു തോന്നലുണ്ടാകാതെയും ധർമ്മനിർവഹണം സാധ്യമാകണമെങ്കിൽ ഒരേ സമയം 10 പോർമുഖങ്ങളെയെങ്കിലും അഭിമുഖീകരിക്കുന്ന യുദ്ധസ്ഥലത്തെ ഒരു ജാഗ്രത നാം ആന്തരികമായി പുലർത്തേണ്ടതായി വരുന്നുണ്ട്. അങ്ങനെ ജാഗ്രത പുലർത്തുന്ന മനോവൈദഗ്ധ്യത്തെയാണ് ദശരഥൻ അഥവാ 10 പോർമുഖങ്ങളിലേക്ക് ഒരേ സമയം തേരിൽ യുദ്ധം ചെയ്യുന്നവൻ എന്ന വിശേഷണം ചേരുന്നത്. ഈ ദശരഥൻ അഥവാ ധർമ്മം അനുഷ്ഠിക്കുന്നവൻ 10 പോർമുഖങ്ങളിലേക്ക് നിതാന്ത ജാഗ്രത പുലർത്തിക്കൊണ്ടുവേണം രസകരമായും വിജയകരമായും തൻ്റെ ജീവിതം നയിക്കുവാൻ. അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഏത് സമയത്തും ശ്രദ്ധ വഴുതിപ്പോവാം. രസച്ചരട് മുറിഞ്ഞു പോയെന്നും വരാം. പരാജയപ്പെട്ടു എന്നൊരു തോന്നലും ഉണ്ടാകാനിടയുണ്ട്. ശ്രദ്ധ വഴുതിപ്പോകാതെയും രസച്ചരട് മുറിഞ്ഞു പോകാതെയും പരാജയപ്പെടുമോ എന്നൊരു ചിന്തയുണ്ടാവാതെയും യുദ്ധമുന്നണിയിലെ ജാഗ്രത പുലർത്തണമെങ്കിൽ അത്യന്തം ജ്വാജ്വല്യമായ ഒരു ആത്മവിശ്വാസം ഉണ്ടാവേണ്ടതുണ്ട്. ആത്മാവാണ് യുദ്ധം ചെയ്യുന്നത് എന്ന ചിന്തയുണ്ടാവണം. മുറിവേൽക്കപ്പെടുന്നതും മരണപ്പെടുന്നതും തളർച്ച അനുഭവപ്പെടുന്നതുമായ ശരീരമാണ് താൻ എന്ന ചിന്ത പുലർത്തുന്ന പോരാളി ഏത് നിമിഷവും പരാജയപ്പെടുവാനാണ് സാധ്യത. മരണത്തെ സ്വയം മറന്ന മരണഭയം ചിന്തയിലില്ലാത്ത ഒരു പോരാളിക്ക് മാത്രമേ വിജയബോധത്തോടെയും ഏകാഗ്രതയുടെ അനുഭൂതി മുറിയാതെയും ഒരു ചുടല നൃത്തത്തിൻ്റെ താളഭദ്രതയോടെ യുദ്ധമുന്നണിയിൽ വിരാജിക്കാനാവൂ. മനസ്സിൽ ആത്മബോധം ഉണരുന്ന ഈ പ്രക്രിയയാണ് രാജകീയ പാരമ്പര്യം ഇടമുറിയാതെ തുടരുവാൻ ഒരു പുത്രനുണ്ടാവണം എന്ന പ്രസ്താവനയിലൂടെ അല്ലെങ്കിൽ ആ ആഗ്രഹത്തിലൂടെ ധ്വനിപ്പിക്കപ്പെടുന്നത്. ദശരഥന് തൻ്റെ രാജകീയ പാരമ്പര്യം പിന്തുടരുന്നതിന് ഒരു പുത്രനെ ലഭിക്കണമായിരുന്നു. അതിനായി അദ്ദേഹം കൗസല്യയ്ക്ക് പുറമേ കൈകേയി, സുമിത്ര എന്നീ സ്ത്രീ രത്നങ്ങളെ കൂടി വിവാഹം ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് പുത്രഭാഗ്യമുണ്ടായില്ല. ഇതിൻ്റെ ആന്തരികാർത്ഥം എന്താണ്? അറിവ് നേടുന്നതിനുള്ള കൗതുകം അഥവാ കൗസല്യ, ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനുള്ള പരിശ്രമം അഥവാ കൈകേയി, ജീവിത സാഹചര്യത്തോടും മറ്റുള്ളവരോടുമുള്ള മൈത്രീഭാവം അഥവാ സുമിത്ര എന്നീ ഗുണങ്ങൾ സ്വന്തമാക്കിയാൽ മാത്രം പോരാ, ധർമ്മമാർഗത്തിൽ രസകരമായും വിജയകരമായും ജീവിതം നയിക്കുന്നതിന് എന്നാണ് നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. പുത്രനുണ്ടാവണം എന്ന ആഗ്രഹം സാധിക്കാതെ വന്നപ്പോൾ പുരോഹിതന്മാരും ഗുരുനാഥന്മാരും ഒരു പുത്രകാമേഷ്ടി യാഗം നടത്തുവാൻ ദശരഥനെ ഉപദേശിക്കുന്നു. യാഗം എന്നാൽ എന്താണ്? അത് അർപ്പണമാണ്. ഈശ്വരപ്രീതി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുവാൻ തക്കവിധം യാഗമായി സ്വയം അർപ്പിക്കപ്പെടണം. ഈശ്വരനിൽ നിന്നും ഭിന്നമായി നമുക്ക് അർപ്പിക്കുവാൻ നമ്മുടെ കൈവശം ഒന്നു മാത്രമേ ഉള്ളൂ. അത് നാം സൃഷ്ടിച്ചെടുക്കുന്ന നമ്മുടെ അഹംഭാവമാണ്. അഹംഭാവവും അതോട് ബന്ധപ്പെട്ട എല്ലാ പരിമിതികളും പരാധീനങ്ങളും ഈശ്വരനിൽ അർപ്പിച്ച് സ്വയം മോചിതനാകുന്നവനിൽ മാത്രമേ ഈശ്വരൻ പിറവി കൊള്ളുന്നുള്ളൂ. ഈശ്വരൻ ഉള്ളിൽ മകനായി പിറക്കണമെങ്കിൽ ഏതൊക്കെ ഗുണങ്ങൾ നേടിയെന്ന് പറഞ്ഞാലും അഹംഭാവത്തെ അർപ്പിക്കാതെ അത് സാധ്യമാവുകയില്ല. പുത്രകാമേഷ്ടി യാഗത്തിൻ്റെ മുന്നോടിയായി നടത്തപ്പെടുന്നത് അശ്വമേധയാഗമാണ്. അശ്വമേധയാഗം ശരിക്കും പറഞ്ഞാൽ തോൽപ്പിക്കപ്പെടുകയില്ല എന്ന ബോധത്തിൻ്റെ പ്രതിഷ്ഠിക്കലാണ്. അഴിച്ചുവിട്ട അശ്വത്തെ മറ്റൊരു വ്യക്തിക്കും പിടിച്ചുകെട്ടുവാൻ സാധ്യമല്ല എന്നുറപ്പുവരുത്തണം. അതുവഴി വിജയത്തിൻ്റെ ബോധം മനസ്സിൽ ഉറപ്പാക്കണം.
അതിനുശേഷമാണ് യഥാർത്ഥ യാഗം നടക്കുന്നത്. യാഗമണ്ഡപത്തിൽ അല്ലെങ്കിൽ യാഗകുണ്ഡത്തിൽ അഗ്നി തെളിയിച്ച് അതിൽ എല്ലാ ആന്തരിക മാലിന്യങ്ങളെയും പ്രതീക രൂപേണ ഹവിസായി നിക്ഷേപിക്കണം. അപ്പോൾ അഗ്നിമധ്യേ അഗ്നിസ്വരൂപനായി ഒരു ദേവപുരുഷൻ പ്രത്യക്ഷനാവും. അവൻ ആഗ്രഹപൂർത്തിയുടെ പായസം നമുക്ക് പ്രദാനം ചെയ്യും. ഈ പായസം നമ്മുടെ ജീവിതധർമ്മത്തിൽ പങ്കാളികളായ എല്ലാവർക്കും നമ്മിലൂടെ അനുഭവവേദ്യമാകും. ദശരഥ രാജാവ് പുത്രകാമേഷ്ടി യാഗം അനുഷ്ഠിച്ച കഥ ആ വിധത്തിലാണ് രാമായണത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. യാഗാഗ്നി മധ്യത്തിൽ പ്രത്യക്ഷനാകുന്ന ദേവരൂപത്തിൽ നിന്നും ലഭിക്കുന്ന പായസം അദ്ദേഹം തൻ്റെ സഹധർമ്മിണിമാരായ കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവർക്കായി പങ്കുവയ്ക്കുന്നു. അവർ അത് കഴിക്കുകയും കാലത്തിൻ്റെ പൂർത്തിയിൽ ദശരഥന് 4 പുത്രന്മാർ പിറക്കുകയും ചെയ്യുകയാണ്. ദശരഥന് അഥവാ ധർമ്മനിർവഹണത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തുന്നവന് അവൻ സ്വയം യാഗമായി അർപ്പിക്കപ്പെടുമ്പോൾ മനസ്സിൽ പിറക്കുന്ന പുത്രന്മാരെ പറ്റിയാണ് നാം അടുത്ത അധ്യായത്തിൽ കൂടുതലായി ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം.